നോട്ട് പ്രതിസന്ധിയിൽ സമരം ചെയ്യുന്ന കാര്യത്തിൽ ഒരുമിക്കാൻ ഉറച്ച ഭരണപക്ഷവും പ്രതിപക്ഷവും എങ്ങോട്ടേക്കാണ് ഇന്നത്തെ പ്രസ്താവനകളിലൂടെ? ഒപ്പം കള്ളപ്പണം പിടുത്തം ഏതുവരെയായി? നോട്ട് നിയന്ത്രണം കള്ളപ്പണ വേട്ടയ്ക്കാണ് എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണോ? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, MM മോനായി, അഡ്വക്കേറ്റ് JR പത്മകുമാർ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. കള്ളപ്പണ വേട്ട ഏതുവരെയായി എന്നതാണ് പ്രധാനമായി ഈ ചർച്ച അന്വേഷിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇന്ന് രമേശ് ചെന്നിത്തല ഒരു പ്രതികരണം നടത്തിയത്. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സംസ്ഥാനത്തെ ധന വിതരണ കാര്യങ്ങളിൽ പിഴവ് വരുത്തി എന്നുള്ള രീതിയിൽ. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, എന്തിനാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? സത്യത്തിൽ തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും കാര്യങ്ങളെക്കാൾ ഭംഗിയായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ശമ്പളം കൊടുത്തത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഇടപെടലോട് കൂടി കേരളത്തിൽ തന്നെയാണെന്ന് ഇപ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ പണം വന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളാണെന്നുള്ള ആദ്യത്തെ പ്രചരണം ഒരു വ്യാജ പ്രചരണം ആയിരുന്നുവെന്നും അത് അക്കൗണ്ടിൽ മാത്രമാണ് ഈ കയ്യിലെടുക്കാൻ പറ്റിയത് 24,000 വെച്ച് എങ്കിലും കേരളത്തിൽ തന്നെയാണ് എന്നുള്ളത് കൃത്യമായി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടർ ഐസക്കിനെ കൊണ്ട് BJPയുടെ B ടീം ആകുന്ന രീതിയിലേക്ക് പോകരുത് എന്ന് രമേശ് ചെന്നിത്തല പറയിച്ചത്? ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഞാൻ മറുപടി പറയാം. എന്തിനാണ് രമേശ് ചെന്നിത്തല അങ്ങനെയൊരു വാർത്ത പറഞ്ഞത് എന്നാണ് ചോദ്യം. അതിന് വേറെ എങ്ങും അന്വേഷിക്കേണ്ട. പീപ്പിൾ ചാനലിലെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മാത്രം പറഞ്ഞാൽ മതി. കഴിഞ്ഞ 3 ദിവസക്കാലമായി കേരളത്തിലെ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രായമായവർ, ഈ പെൻഷൻ പറ്റാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, അവരാണല്ലോ ഏറ്റവും കൂടുതൽ പെൻഷൻ പറ്റിയവർ. ജീവനക്കാരുടെ ചിത്രം വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാലും അവർ അനുഭവിക്കുന്ന നരകയാതന കൈരളി ചാനലിൽ ഏറ്റവും നന്നായി കൊടുത്തതാണ്. എല്ലാ വാർത്താ മാധ്യമങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി തന്നെ നേരിട്ട് നമ്മുടെ തോമസ് ഐസക് തന്നെ കൊല്ലത്ത് വന്ന് നേരിട്ട് ഈ ചിത്രം കണ്ടിട്ട് പോയതാണ്. അതാണ് പ്രധാനം. ഇത് കണ്ടപ്പോൾ ഇതിന് മറുപടി ആരാ ചെയ്യേണ്ടത്? നരേന്ദ്രമോദി ഒരു മുന്നൊരുക്കവുമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഈ അപകടകരമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടിട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചരിത്രം അത് എഴുതാൻ പോകുന്ന ഒരു ചരിത്രം. അതിൽ അങ്ങനെയുള്ള കാര്യത്തിൽ കേരള ഗവൺമെൻറ് എടുത്ത നിലപാട്, അതിശക്തമായ നിലപാട് കേരള ഗവൺമെൻറ് എടുത്താൽ കേരള ഗവൺമെൻറ്റിനോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയാണ് ആദ്യം പറഞ്ഞത്. ഈ മാസം 16-ാം തീയതി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും VM സുധീരനും അടക്കമുള്ളവർ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് നേരിട്ട് പറഞ്ഞു, ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന്, ജനങ്ങളെ വിഷമിപ്പിക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് നമുക്കൊരുമിച്ച് നിന്നപ്പോൾ അത് രാഷ്ട്രീയം വേണ്ട. അന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടതാണ്, പ്രതിപക്ഷ നേതാവാണ് ആവശ്യപ്പെട്ടത്, കേരളത്തിൻ്റെ നിയമസഭാ സാമാജികന്മാരുടെ യോഗം കേരള നിയമസഭ വിളിച്ചു കൂട്ടണം. ആ യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയെയും ലോകത്തെയും അറിയിക്കാൻ നമുക്ക് ഏറ്റവും വലിയ സുവർണാവസരം. മുഖ്യമന്ത്രി അത് അംഗീകരിച്ചു. തീർച്ചയായിട്ടും അവിടെ ഞാൻ ഇടപെടട്ടെ. അതായത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ട ആ കാര്യങ്ങളെല്ലാം ചെയ്തതാണ് എന്ന് ഡോക്ടർ തോമസ് ഐസക് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷം എഴുതി കൊടുത്ത ഒരു കുറിപ്പുണ്ട്, ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ. അതിൽ ഏതാണ് ചെയ്യാത്തത് എന്ന് ചൂണ്ടി പറഞ്ഞിരുന്നു എങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിന് അത് എളുപ്പമാകുമായിരുന്നു. അതല്ലാതെ ഇന്ന് BJPക്ക് വടി കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു അടി അടിച്ചത്. എൻ്റെ അടുത്ത വരി അതിലേക്കാണ് വരുന്നത്. 23-ാം തീയതി നിയമസഭ കൂടുമ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു നിയമസഭാ രേഖകളിലുണ്ട്, ഈ മാസത്തെ ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെ കാര്യം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു, ശമ്പളത്തിനും പെൻഷനും ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കേണ്ട കാര്യം ബാധ്യത നമുക്കൊണ്ട് നോക്കാം, ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞ ഡോക്ടർ ശൂരനാട് അങ്ങനെയല്ല. ഈ ഡോക്ടർ ഐസക്കിനോട് ചോദിച്ചത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ എന്നാണ്. അതിന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ശമ്പള കാര്യത്തിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ല, ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി അക്കൗണ്ടിൽ പണം എത്തിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നോട്ടായി കൊടുക്കാൻ പറ്റാത്തത് നിങ്ങൾ തന്നെ പറയുന്നത് പോലെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഇരുന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദിയുടെ പ്രശ്നമല്ലേ? പാലിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അതാണ് ഇന്ന് രമേശ് ചെന്നിത്തല പ്രതികരിക്കാൻ കാര്യം. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ മാസം 22-ാം തീയതിയും 21-ാം തീയതിയുമായിട്ട് റിസർവ് ബാങ്കിന് ഇൻറ്റൻറ്റ് കൊടുത്തു, ഇത്ര കോടി രൂപ ഞങ്ങൾക്ക് വേണം, കറൻസി വേണം ശമ്പളം കൊടുക്കാൻ. നമ്മുടെ ഗവൺമെൻറ് കൊടുത്ത 29-ാം തീയതിയാണ്.
ഒരു മുന്നൊരുക്കം ഒരു 30-ാം തീയതി ഒരു മുന്നൊരുക്കം നരേന്ദ്രമോദി ചെയ്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു മുന്നറിയിപ്പും നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് ചെയ്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ടത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ശൂരനാട് അങ്ങ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കാര്യത്തിൽ ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണ്. സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. സംസ്ഥാനത്തെ ധനകാര്യ മന്ത്രിമാരെ വിളിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ വിളിച്ച് സംസാരിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ഒരു ധാരണ ഉണ്ടാക്കി വേണം പോകേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവർ അത് ചെയ്യാത്തതാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ പോലും പാലിക്കാത്തതാണ്. ആവശ്യപ്പെട്ട തുക കൃത്യമായി കൊടുക്കാത്തതാണ് ഈ പറയുന്ന കാര്യത്തിൽ വീഴ്ചകൾ ഉണ്ടായത്. ഇതിപ്പോൾ ട്രഷറിയിൽ മാത്രമാണ് സംഭവിച്ചതെങ്കിൽ ഡോക്ടർ ശൂരനാട് പറയുന്നതിനെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറയുന്നതിനെ അംഗീകരിക്കാമായിരുന്നു. ബാങ്കുകളിൽ ATMകളിൽ കൃത്യമായി പണം എത്തുന്നില്ലല്ലോ. അത് എന്താണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ കഴിവുകേടാണോ? ലാലെ എപ്പോൾ ചോദിച്ചു എന്നുള്ളതാണ് പ്രശ്നം. മറ്റ് സംസ്ഥാനങ്ങൾ 21-ാം തീയതി 22-ാം തീയതി പണം വേണം, കറൻസി വേണം ചോദിച്ചപ്പോൾ എന്തേ നമ്മുടെ ധനകാര്യം മാത്രം അത് 30-ാം തീയതിക്ക് മാറ്റിയത്? നേരത്തെ ഒരു മുന്നൊരുക്കം വേണ്ടേ? ഇത്ര ലക്ഷം പേര് നമ്മൾ ശമ്പളത്തിനും പെൻഷൻ വേണ്ടി വരുന്നു, അത്ര കറൻസി നമുക്ക് വേണം, അവരെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകണ്ടേ? ശരി, അങ്ങനെ ചെയ്തില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ MM മോനായി, ഈ കാര്യത്തിലാണ് നമ്മുടെ ചർച്ച ഇപ്പോൾ തുടങ്ങേണ്ടി വന്നിരിക്കുന്നത്. എന്താണ് രമേശ് ചെന്നിത്തല നടത്തിയ പ്രതികരണത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ഇതുവരെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം നോട്ടടിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനില്ല. നമുക്കറിയാം, ഏതാണ്ട് 14.5 ലക്ഷം കോടി നോട്ടുകളാണ് 1000-ൻ്റെയും 500-ൻ്റേതുമായി ഈ നമ്മുടെ രാജ്യത്ത് പ്രചരിച്ചിരുന്നത്. ഏതാണ്ട് നോട്ടടിക്കുന്നതിൻ്റെ 86% 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകളാണ്. 10% 100-ൻ്റെ നോട്ടുകൾ. ബാക്കിയുള്ളതാണ് 20-ൻ്റെയും 50-ൻ്റെയും 10-ൻ്റെയും ഒക്കെ നോട്ടുകൾ. അപ്പോൾ ഈ 14.5 ലക്ഷം കോടി നോട്ടുകൾക്ക് ബദലായി നോട്ടുകളില്ല എന്നുള്ളത് രാജ്യത്ത് പൊതുവേ നമ്മൾ നേരിടുന്ന ഒരു കാര്യമല്ലേ? ബാങ്കിൽ പണമില്ല, ATMൽ പണമില്ല. 24 ദിവസമായിട്ടും ആളുകൾ ക്യൂ നിൽക്കുകയാണ്. 55-ലധികം ആളുകൾ നമ്മുടെ മഹാരാജ്യത്ത് മരിച്ചു കഴിഞ്ഞു. ക്യൂ നിന്നും പല വിധത്തിലുമായിട്ടുള്ള പ്രതിസന്ധികളുടെ ഫലമായിട്ട് മരിച്ചു കഴിഞ്ഞു. സർജിക്കൽ സ്ട്രൈക്ക് ജനങ്ങളുടെ നേരെ നടത്തി ആളുകൾ വെയിൽ കൊണ്ടും ക്യൂ നിന്നും നോട്ട് കിട്ടുന്നില്ല. നോട്ട് ആവശ്യത്തിന് നോട്ട് കിട്ടുന്നില്ല. ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു. കാരണം 6 മാസം പിടിക്കുമ്പോൾ ഈ പ്രതിസന്ധി തീരാൻ. കാരണം ആവശ്യത്തിന് ബദൽ സംവിധാനം ഒരുക്കാതെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ഇന്ന് തന്നെ വാർത്തയുണ്ടല്ലോ, പഞ്ചാബിൽ ബാങ്കുകളുടെ കയ്യിൽ നോട്ടില്ലാഞ്ഞിട്ട് 2 രൂപയുടെ നാണയമാണ് കൊടുത്തത്. അപ്പോൾ ഇതിന് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ഈ വിഷയങ്ങൾ അറിയാവുന്ന ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ്. രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ ഇതിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തേണ്ട ഒരു പ്രശ്നമല്ല. കാരണം ജനങ്ങളാകെ അവരുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് നെട്ടോട്ടോടുകയാണ്. അതിലെന്താ രാഷ്ട്രീയം? ജീവിതത്തിൻ്റെ മുന്നിൽ ഒരു രാഷ്ട്രീയവും ഇല്ല. ജീവിത പ്രശ്നങ്ങളുടെ മുന്നിൽ നമ്മൾ രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമില്ല. കാരണം ആളുകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അരി മേടിക്കാൻ നിവൃത്തിയില്ല, പണിയില്ല, പല മേഖലകളും ആകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞു, വളരെ ഗുരുതരമാണ് സ്ഥിതി. അപ്പോൾ അത്തരമൊരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ ജനങ്ങളുടെ പ്രശ്നത്തിൽ, രാജ്യം നേരിടുന്ന പൊതുവായ പ്രശ്നത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പകരം രാഷ്ട്രീയം കളിക്കുന്നത് ഒരു രാജ്യസ്നേഹപരമായ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ഡോക്ടർ ശൂരനാടിനോട് തന്നെ ചോദിക്കട്ടെ. ഡോക്ടർ ശൂരനാട്, ഈ പ്രതിപക്ഷ നേതാവിന് ഒരു ജാള്യത ഉണ്ടായി എന്നാണ് ഡോക്ടർ തോമസ് ഐസക്കും പറയുന്നത്. അതായത് ഈ പ്രതിപക്ഷ നേതാവിനോട് ആരും ചോദിക്കുന്നില്ല ഈ നോട്ട് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത്, അദ്ദേഹത്തോട് ആരും ചോദിക്കുന്നില്ല. കാര്യങ്ങളെല്ലാം ഇവിടെ ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ ഷോയിൽ തന്നെയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. അത് ഒരു തരം കോംപ്ലക്സ് ഉണ്ടാക്കിയോ? ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇടപെടേണ്ടി വന്നു എന്ന് കാണിക്കാനായി അദ്ദേഹം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട്. അതായത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസ്സുകാർ തന്നെ ഉള്ളാലെ വിമർശിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇല്ലാതെയാക്കാൻ, മാവോയിസ്റ്റുകളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വ്യാജ ഏറ്റുമുട്ടലാണ് സർക്കാർ പറയുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു ചൂഷണം വേണമെങ്കിൽ അവിടെ നടത്താമായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക്. അത് ചെയ്തില്ല, അതുപോട്ടെ. ഇപ്പോൾ ഈ പറയുന്ന കാര്യത്തിലും ഇങ്ങനെ അടിച്ചത് തന്ത്രപരമായ ഒരു വീഴ്ചയായിട്ടാണോ ഇപ്പോൾ കാണേണ്ടി വരുന്നത്? ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്ന് തിങ്ങുന്ന വേദനയാണ് അദ്ദേഹം പുറത്തു വന്നത്. അദ്ദേഹത്തെ പോലെ ഡോക്ടറേറ്റ് എടുത്ത ഒരാൾ, മുമ്പ് ധനകാര്യമന്ത്രി വരുന്ന ആൾ, ഇത്രയും പരിണിതപ്രജ്ഞനായ ഒരാൾ ഇരിക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹത്തെ മാറ്റി നിർത്തി സാമ്പത്തിക കാര്യങ്ങൾ ആലോചിക്കുന്ന ഗീതാ ഗോപിനാഥോട്ടാണ്.
ഗീതാ ഗോപിനാഥിനെ പോലെ ഒരാളെ വെക്കുമ്പോൾ അവരെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ സാമ്പത്തികം അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേവുന്ന ചിത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. രമേശ് ചെന്നിത്തല എത്രയോ അത് മനസ്സിലാക്കാം. പക്ഷേ രമേശ് ചെന്നിത്തല എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ, 26-ാമത്തെ വയസ്സിൽ മന്ത്രിയാകാൻ ഭാഗ്യം ലഭിച്ച ആളാണ് രമേശ് ചെന്നിത്തല. ഇന്ത്യയിലെ എല്ലാ സ്ഥാനങ്ങളും നേടിയ ഒരാളാണ് ഡോക്ടർ ശൂരനാട്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ കഴിവുകൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസ് ഈ കാര്യത്തിൽ അപ്രസക്തമാകുന്നു എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടും അദ്ദേഹത്തോട് ഈ നോട്ട് നിയന്ത്രണ കാര്യത്തിൽ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുള്ളതിന്റെ ജാള്യതയാണോ ഇത്? ഒരു സെക്കൻഡ് എനിക്ക് തരാമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയാം. CPM-ഉം ഗവൺമെൻറ് ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ നരേന്ദ്രമോദിയുടെ ഈ തെറ്റായ നീക്കത്തിനെതിരായി നടത്തിയത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുമാണ്. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയും അറസ്റ്റ് വരികയും ചെയ്തത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈ അടുത്ത ദിവസങ്ങളാണ്. കേരളത്തിലെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സർവ്വമാരാണ് സെക്രട്ടേറിയറ്റ് മാർച്ചും ഈ മാർച്ചുകൾ ഇത്രയും നടത്തിയത്. വരുന്ന 5-ാം തീയതി 1000 പൊതുയോഗങ്ങളും 1000 സമ്മേളനങ്ങൾ നടത്തി അറസ്റ്റ് വരിക്കാൻ പോവുകയാണ്. രമേശ് ചെന്നിത്തലയാണ് ഈ ഉദ്ഘാടനത്തിൻ്റെ ഒക്കെ മുമ്പിൽ നിൽക്കുന്ന ആൾ. അദ്ദേഹത്തിന് എന്തിനാണ് ഈ കോംപ്ലക്സിൻ്റെ ആവശ്യം? ഒരു കാര്യം, ജനങ്ങളുടെ വിഷമം കണ്ടപ്പോൾ ആ വിഷമം എത്ര കാര്യമാണെങ്കിലും നരേന്ദ്രമോദി നോട്ടുകൾ പിൻവലിച്ച് ഏറ്റവും അശാസ്ത്രീയമായ ഇന്ന് ഈ പ്രസ്താവന നടത്തിയത് കൊണ്ട് ജനങ്ങളുടെ വിഷമം അല്പം കുറഞ്ഞു, രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞല്ലോ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കരുതുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്ത്? ഞാൻ ചോദിക്കട്ടെ, ധനകാര്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂടി ഇന്നലെ ജയിറ്റിലേക്ക് കാണാൻ പോയി. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരുമിച്ച് നിയമസഭ ആവശ്യപ്പെട്ടല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ അവസരം വേണമെന്ന്. ഏറ്റവും വലിയ ഫാസിസത്തിലേക്ക് പോകുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും നിയമസഭ പാസ്സാക്കിയ ഒരു തീരുമാനത്തെയും അംഗീകരിക്കാത്ത സമയം കൊടുക്കാതിരുന്നത്? ശരി, തീർച്ചയായും. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒറ്റക്കെട്ടായി നിന്ന പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഈ 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്? പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ രണ്ടായി പറഞ്ഞില്ലെങ്കിൽ സ്ഥാനം പോകുമോ എന്ന് തോന്നിപ്പോയോ? ഞാൻ പറഞ്ഞത് പകുതിക്ക് വെച്ച് നിർത്താതെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് ഈ കോംപ്ലക്സ് ഈ CPM ഗവൺമെൻറ് ഉണ്ടായി? ശരി, മോഡി തന്നില്ല. മോഡി ഇങ്ങനെ കയ്യും കൊടുത്ത് നമ്മുടെ മൻമോഹൻ സിംഗ് ചോദിച്ച 3 ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് താടിക്ക് കൈ കൊടുക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കോംപ്ലക്സിൻ്റെ ഏറ്റവും അധിപനും ഏറ്റവും വലിയ കക്ഷിയാണെന്നിരിക്കട്ടെ. ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഒരു ഈഗോ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് തോമസ് ഐസക്കും സഖാവ് പിണറായി വിജയൻ ചെയ്തു? ഇന്ത്യ ഗവൺമെൻറ് തന്നില്ലെങ്കിൽ നിഷേധിച്ച 16-ാം തീയതി 23-ാം തീയതി 24-ാം തീയതി ഡൽഹിയിൽ ചെന്ന് ധനകാര്യമന്ത്രിയെ കാണണമായിരുന്നു. ഞങ്ങളുടെ ആൾക്കാർക്ക് ശമ്പളം തരണം, ഞങ്ങൾക്ക് കറൻസി തരണം, ഞങ്ങളുടെ പണം എടുക്കാൻ അവസരം തരണം. ശരി, ഈ കാര്യത്തിൽ ഒരു നിങ്ങൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചതാണല്ലോ. എന്തിനാണ് ഒരു വാർത്താ സമ്മേളനം നടത്തിയത് പറയുന്നത്? ഡോക്ടർ തോമസ് ഐസക്കിനെ ഫോണിൽ വിളിച്ച് നമുക്കൊന്ന് 24-ാം തീയതി പോയാൽ എന്താണ് എന്ന് അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് കുഴപ്പം? നിങ്ങൾ ഒരുമിച്ച് ഈ കാര്യത്തിൽ നേരിടാൻ ഉറച്ചവരാണല്ലോ. ഇങ്ങനെ വാർത്താ സമ്മേളനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുതരം തിണ്ണമെടുക്ക് കാണിക്കാൻ തന്നെയല്ലേ? അതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് നിഷേധിച്ചതിന് പ്രകാരമായിട്ട് ഞങ്ങളിതാ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരോട് ചോദിച്ചിട്ടാ ബന്ധു പ്രഖ്യാപിച്ചത്? ശരി, അപ്പൊ ആ പ്രശ്നം ഒരുമിച്ച് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറയുന്ന കാര്യത്തിൽ ഒരല്പം വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചു വരാം. ശ്രീ MM മോനായിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് JR പത്മകുമാർ, അങ്ങോട്ട് ചോദിക്കേണ്ടത് ഈ കള്ളപ്പണം ഇന്ന് എത്ര പിടിച്ചു എന്നുള്ളതാണ് ചോദിക്കേണ്ട ചോദ്യം. പക്ഷെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ ഉത്തരം ഇപ്പൊ പറയുകയും ചെയ്യരുത്. ഈ ഇന്നുണ്ടായ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരല്പം ആശ്വാസം ഉണ്ടാക്കിയോ? അതായത് B ടീം ഇറങ്ങി കളിക്കുന്നത് കൊണ്ട് A ടീമായ നിങ്ങൾക്കൊരാശ്വാസം എന്ന് വേണമെങ്കിൽ എടുക്കാമോ? ഞങ്ങൾ A ടീമിനെയും B ടീമിനെയും നോക്കിയിട്ടല്ലല്ലോ ഞങ്ങളെ നിലപാടെടുക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തമായ നിലപാടുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിലെ സ്ഥിതി ഞങ്ങൾ വളരെ മുന്നേ പറഞ്ഞല്ലോ. ഈ തോമസ് ഐസക്ക് വളരെ സാമ്പത്തിക വിദഗ്ധനാണെന്ന് അദ്ദേഹം വലുതായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തിക മാനേജ്മെൻറ്റിൽ യാതൊരു പ്രായോഗികമായ യാതൊരു അറിവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അദ്ദേഹം ഒരു നിലപാടെടുത്തു. ആ നിലപാട് അദ്ദേഹം എടുത്തത് ഒരു മോശമായി പോയി പരാജയമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നിലപാടിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് സംസ്ഥാനത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കാര്യം ഞങ്ങളെക്കാൾ മുമ്പേ മനസ്സിലാക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മാനേജ്മെൻറ്റ് മാറ്റിവെച്ചിട്ട് വേറൊരാളിനെ ആ സ്ഥലത്തേക്ക് നിശ്ചയിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഞാൻ ചോദിക്കട്ടെ, ഒരു ധനകാര്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ യോഗ്യത ചോദ്യം ചെയ്തില്ല, ഒരു ധനകാര്യമന്ത്രി ചെയ്യേണ്ടത്
ഒന്ന് സ്റ്റേറ്റിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കാനുള്ള നിലപാടെടുക്കണം. 2 ടാക്സ് പിരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുക്കണം. മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ എന്ത് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിലെന്താ? കഴിഞ്ഞ ഈ ഡീമോണിറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്നത് നവംബർ 8-നാണ്. ആഗസ്റ്റ് 30 കണക്ക് പരിശോധിച്ചാൽ നികുതി പിരിവ് കഴിഞ്ഞ വർഷത്തേക്കാൾ 3% കുറഞ്ഞു പോയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം പഴയ നോട്ട് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്ടോബറിലും കുറവൊന്നുമല്ല. നവംബറിൽ വന്നപ്പോഴാണ് അല്ലല്ല ഞാൻ പറഞ്ഞോട്ടല്ലോ അല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒക്ടോബർ 30 വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ ടാക്സ് കുറഞ്ഞു. മാത്രമല്ല ഇത് പ്രഖ്യാപിച്ചതിന് ശേഷവും പഴയ നോട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ടാക്സ് പിരിക്കാൻ കഴിഞ്ഞില്ല. ശ്രീ പത്മകുമാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ കാര്യത്തിൽ വലിയ പ്രതിസന്ധി സംസ്ഥാനത്തിന് ഉണ്ടാക്കിയത് കേന്ദ്രത്തിന്റെ ഡിമോണിറ്റൈസേഷൻ നിലപാടാണോ അതോ സംസ്ഥാനത്തെ സർക്കാർ എടുത്ത ഏതെങ്കിലും നിലപാടാണോ? ചൂണ്ടിക്കാട്ടാനുണ്ടോ നിങ്ങൾക്കത്? എനിക്ക് പറയാനുള്ള അവസരം കാര്യം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു 5 മിനിറ്റ് തന്നില്ലെങ്കിൽ അതൊരു അഭംഗിയാണ്. ഞാൻ ചോദിക്കട്ടെ, 30 ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഈ മീറ്റിംഗ് ഒരാഴ്ച മുന്നേ വിളിച്ചു കൂട്ടാൻ ഇദ്ദേഹത്തിന് എന്തായിരുന്നു തടസ്സം? റിസർവ് ബാങ്ക് വരില്ല എന്ന് പറഞ്ഞോ? ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ വരില്ല എന്ന് പറഞ്ഞോ? ഇത് അനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയാം. നവംബർ, നിങ്ങളൊന്ന് തർക്കിക്കാൻ വേണമെങ്കിൽ ആണെന്ന് പറയാം. ഞാൻ സംസാരിക്കുന്നത് ആളുകൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ഓഫീഷ്യൽസ് കേൾക്കുന്നുണ്ട്. നവംബർ 30 മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. നവംബർ 30 രാത്രി തന്നെ റിസർവ് ബാങ്ക് 1000 കോടി രൂപ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. SPTക്ക് 500 കോടി കൊടുത്തു, കാനറ ബാങ്കിന് 200 കൊടുത്തു, SBIക്ക് 300 കോടി രൂപ കൊടുത്തു. ഞാൻ പറഞ്ഞോട്ടെ, നവംബർ 30 രാത്രി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പിന്നീട് പിറ്റേ ദിവസം നിങ്ങളൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണ്ടേ? ഈ ബാങ്ക് രൂപ തിരുവനന്തപുരത്താണ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ബാങ്ക് കാസർഗോഡ് വരെ ഈ രൂപ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ സെക്യൂരിറ്റി, പോലീസ് പ്രൊട്ടക്ഷൻ, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത് ബാങ്കുകളും ഗവൺമെന്റുമാണ്. അതിൽ വീഴ്ച വന്നതാണ്. പല സ്ഥലത്തും റിമോട്ട് ഏരിയയിൽ എത്തിക്കാൻ കഴിയാതെ വന്നത്. ഞാൻ പറയട്ടെ, അതാണ് 2 ദിവസം മുമ്പ് ഇത് തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ ശമ്പള വിതരണം യാതൊരു തടസ്സവും ഇല്ലാതെ പോകുമായിരുന്നു. ഒരു കാര്യം കൂടെ, അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഈ റോഡ് ഷോ മനസ്സിലാക്കേണ്ടത്. ഈ എല്ലാ ട്രഷറികളും ജില്ലാ ട്രഷറികളും നമ്മുടെ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന് വിരൽ തുമ്പിൽ നോക്കിയാൽ അറിയാം ഏത് ട്രഷറിയിൽ എത്ര രൂപ വന്നിട്ടുണ്ട്, എത്ര കൊടുത്തിട്ടുണ്ട്, എന്താണ് ബുദ്ധിമുട്ട്. അദ്ദേഹം അതിന് പകരം തിരുവനന്തപുരത്ത് വന്നു, ട്രഷറി ഒന്ന് മീഡിയ വിളിച്ചു, ഒരു ഷോ നടത്തി, 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കൊല്ലത്തി നിന്നു ഒരു ഷോ നടത്തി. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ്. ഒരു കാര്യമുണ്ട്, ഈ കാര്യത്തിൽ കണക്കുകൾ നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നത് കണക്കുകൾ മാത്രമാണ്. ഈ ട്രഷറികൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ അറിയണമെങ്കിൽ അവിടെ തന്നെ പോയി തന്നെ നോക്കണം. അതാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ അതിലേക്ക് ഈ പറഞ്ഞ ശ്രീ MM മോനായി പറയട്ടെ, ഈ CPM അല്ലെങ്കിൽ ധനകാര്യമന്ത്രി എത്ര വൈകിയാണ് ഈ യോഗം കൂടിയത്, അതിനുവേണ്ടി അദ്ദേഹം വല്ല പാളിച്ചയും വരുത്തിയോ അദ്ദേഹം പറയട്ടെ. പക്ഷെ അതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് തന്നെ ചോദിക്കുകയാണ്, ഈ കാര്യത്തിൽ ഈ നവംബർ 8 ശേഷം ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള സർക്കുലറാണ് RBI പുറത്തിറക്കിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ജനങ്ങളും ഒക്കെ തന്നെ. അവർ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ പുതിയ സർക്കുലർ വരും. അതിൻ്റെ വേദനകൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 24 മുഖ്യമന്ത്രി ഡൽഹിക്ക് പോകാനുള്ള ശ്രമം നടത്തിയത് പ്രതിപക്ഷവും സർവകക്ഷികളും ഒക്കെ ആയിട്ട്. അവിടെ അനുവാദം കൊടുത്തില്ല. ഇത് എങ്ങനെയാണ് ചരിത്രത്തിലില്ലാത്ത ഒരു സംഭവമാണെന്ന്, ആദ്യമായി ഉണ്ടായ സംഭവമാണ് സ്വതന്ത്ര ഭാരതത്തിൽ എന്ന് BJP തന്നെ പറയുന്ന ഒരു കാര്യം വരുമ്പോൾ ഈ കാര്യത്തിൽ എങ്ങനെയാണ് മുൻകൂട്ടി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു സംസ്ഥാനം പ്രതികരിക്കേണ്ടത്? ഞാൻ അതിന് മറുപടി പറയാം. എനിക്ക് സമയം തന്നാൽ അതിന് മറുപടി, വ്യക്തമായ മറുപടിയുണ്ട്. ഈ ഗവൺമെൻറ് ആദ്യം നവംബർ 8 ഇറക്കിയ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ബേസിസ് ഇവാലുവേഷൻ ഉണ്ടാകും. ആ ഓർഡറിലുണ്ട് ഡെയിലി ബേസിസ് ഇവാലുവേഷൻ ഉണ്ടായതിനു ശേഷം ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വളരെ സൂക്ഷ്മമായി ഇതിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തിയത് കൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനോട് നിർത്തിവെക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് ഒന്നും ശ്രദ്ധിക്കാതെയൊന്നുമല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് നല്ല ഞാനൊന്ന് പറയട്ടെ, അത് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് നല്ല ബോധമുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് ബോധമുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ് മുഖ്യമന്ത്രിയാണെങ്കിൽ ICUവിൽ കിടക്കുകയായിരുന്നു. പക്ഷേ ഈ ഓർഡർ ഇറങ്ങി, കേന്ദ്ര ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയ ശേഷം 17 4 ഓർഡർ അവരിറക്കി. കർഷകരെ സഹായിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ 4 ഓർഡർ ഇറക്കി. ഇവിടുത്തെ സ്ഥിതി എന്താ? ഇവിടെ എന്താ സ്ഥിതി? ഈ കർഷകരുടെ കാര്യങ്ങൾ
തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല ഗുജറാത്തിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ വാർത്തകളായി വരുന്നുണ്ട്. അങ്ങ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന ഗവൺമെന്റ് പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും അവരുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. ഈ ഹരിയാനയിലുള്ള നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമായ ഹരിയാനയിൽ തന്നെ ഉള്ള ഏക്കർ കണക്കിന് ഭൂമിയുള്ള കർഷകർ, അവിടെ ഗോതമ്പ് കർഷകർക്ക് വിത്തിറക്കാൻ പറ്റാതെയും അത് വിത്തിറക്കിയതിനു ശേഷം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെയും കാര്യങ്ങൾ, ഈ നോട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ അവർ അനുഭവിക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ വാർത്തകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പ്രഖ്യാപിക്കുന്ന പോലെ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളും അന്വേഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ ടീം അന്വേഷിക്കുന്നുണ്ടോ? അത് അന്വേഷിക്കാൻ ഏറ്റവും എളുപ്പം സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്യലല്ലേ? അത് ചെയ്യാത്തത് എന്താണ്? ഈ രണ്ട് കാര്യത്തിന് ഞാൻ പറയാം. 2007 മുതൽ തമിഴ്നാട് ഗവൺമെൻറ് ഈ പെൻഷനും ശമ്പളവും മുഴുവൻ ആളുകളുടെയും ECS സംവിധാനത്തുകൂടി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കൂ, ചാനൽ അന്വേഷിച്ച് നോക്കൂ. ഈ പ്രശ്നം വന്നിട്ട് തമിഴ്നാട്ടിൽ ഈ പ്രശ്നം ഉണ്ടായോ? എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പൈസ എടുക്കാൻ സംസ്ഥാനങ്ങളും ഒരേ തരത്തിലാണ് എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ എത്തിയതെന്ന് അങ്ങേക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇത് പലതരത്തിലുള്ള ശീലങ്ങളിലൂടെ വന്ന സംസ്ഥാനങ്ങളാണ്. ശരി, മോനായി പറയല്ല, ഞാൻ എന്നെ പറയാനുള്ള അവസരം തമിഴ്നാട്ടിനോടും മറ്റുള്ള ചില സംസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ നേരത്തെ കാര്യങ്ങൾ ചോർത്തി കൊടുത്തോ? അല്ല, നിങ്ങൾ അത് എന്തുകൊണ്ട് പറയും? ഞാൻ എൻ്റെ അഭിപ്രായം പറയല്ലേ. ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ. ഇവിടെ 2016 മാർച്ച് മാസം 31-ാം തീയതിക്ക് മുമ്പ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ബാങ്കിലായിരുന്നു. എന്നിട്ട് ഈ പെൻഷനും അവരെല്ലാം ഒരുമിച്ച് എടുക്കുന്നില്ല, ബാങ്കുകളിൽ പൈസ കിടക്കുന്നു, സംസ്ഥാനത്തിന്റെ ഖജനാവിൽ കാലിയാവുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് UDF ഗവൺമെന്റ് ആണ് ഒരു തീരുമാനം മാർച്ചിൽ കൊണ്ടുവന്നത്. പൈസ വീണ്ടും പഴയതുപോലെ ട്രഷറിയിലേക്ക് പോയത്. കാരണം മുമ്പ് ഡോക്ടർ തോമസ് ഐസക്കും ചെയ്തതാ. അല്ല, ഞാൻ പറയാം, ട്രഷറിയിലേക്ക് പോയത്. ഈ ട്രഷറിയിൽ പോയെന്താ? ഈ പെൻഷൻ എല്ലാം ഒരുമിച്ച് എടുത്തോണ്ട് പോകില്ല, സാലറി ഒരുമിച്ച് എടുക്കില്ല, ഗവൺമെന്റ് അസറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ പറഞ്ഞ രീതിയിൽ മൊത്തം ബാങ്കുകൾക്ക് പൈസ വേണ്ട, ആവശ്യമുള്ള പൈസ ബാങ്കിൽ എത്തിച്ചാൽ മതി. ആ പൈസ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലല്ലോ ഈ പറഞ്ഞ പോലെ 24,000 മാത്രം ആഴ്ചയിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിബന്ധനയൊന്നും അന്ന് ഡോക്ടർ തോമസ് ഐസക്കോ പിന്നീട് ശ്രീ KM മാണിയോ. അതിന് മറുപടി പറയാം. നവംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള നിങ്ങളെ കണക്ക് പരിശോധിച്ച് നോക്കുക. ഈ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് കേരളത്തിലെ ബാങ്കുകളിൽ നിന്ന് പെൻഷനും സാലറിയും പിൻവലിച്ചുകൊണ്ട് പോയത് 1330 കോടിയേ ഉള്ളൂ. ഇത് തന്നെ 2 ദിവസം കൊണ്ട് 30-ാം തീയതി ഈ 1000 കോടി കൊടുത്തു, 580 കോടി കൊടുത്തു. വേണമെങ്കിൽ ആഴ്ചയിൽ എത്ര തവണ വേണമെങ്കിൽ എനിക്ക് പോയി എടുക്കാമല്ലോ എന്നൊരു തോന്നൽ അവിടെ ഉള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ ഒരുമിച്ച്. അല്ല, തോമസ് ഐസക് ഉൾപ്പെടെ നിങ്ങളുടെ ചാനലുകൾ ഉൾപ്പെടെ ഒരുമിച്ച് ആളുകളുടെ വിഷമം ഉണ്ടാക്കി ഈ ഒരു ദിവസം എന്താണ് ശ്രീ MM മോനായി പറയുന്നത്? ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഈ ചർച്ചകൾ നടത്തുന്ന കാര്യത്തിൽ, കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുന്ന കാര്യത്തിൽ, RBIയുമായി ഇടപെടുന്ന കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തി എന്നാണ് BJP പറയുന്നത്. എൻ്റെ സുഹൃത്ത് പറയുന്നതിൽ ആരും അടിസ്ഥാനമില്ല. കാരണം എത്രയോ പ്രാവശ്യം ചർച്ച നടത്തി, നിയമസഭ ഒരുമിച്ച് ആവശ്യപ്പെട്ടു, കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് ശമ്പളം വിതരണം ചെയ്തതല്ലേ. എന്താണ് യഥാർത്ഥ പ്രശ്നം? നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. ഇവിടെ ആവശ്യത്തിന് നോട്ടില്ല. ഇപ്പോൾ ബാങ്കുകളിലൊക്കെ എന്താണ് സ്ഥിതി? രാവിലെ 5 ലക്ഷം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തീർന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ ട്രഷറിയിൽ ആവശ്യമായ പൈസ, ആ പൈസ കടം ചോദിക്കുകയല്ല, ഗവൺമെൻറ് കടം ചോദിക്കുകയല്ല, ട്രഷറിയിൽ തന്നെ റിസർവ് ബാങ്ക് തരേണ്ടതായിട്ടുള്ള പൈസ, അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കപ്പെടേണ്ട പൈസ. നമ്മുടെ ഇവിടെ കറൻസി മാനേജ്മെൻറ്റ് നടത്തുന്നത് റിസർവ് ബാങ്കാണ്. ബാങ്കുകളുടെയും സഹകരണ ബാങ്കുകളുടെയും ട്രഷറിയുടെ എല്ലാം ബാക്കി വരുന്ന പൈസ, ബാലൻസ് വരുന്ന പൈസ എല്ലാം സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ ക്യാഷ് ചെസ്റ്റുകളിലാണ്. ആ ക്യാഷ് ചെസ്റ്റുകളിൽ നിന്നും നമ്മുടെ നാട്ടിലെ ബാങ്കുകളിലേക്ക് പൈസ നീങ്ങുന്നില്ല. ആ പൈസ നീങ്ങാത്തതിന് നികുതി വരുമാനമായിട്ട് എന്താ ബന്ധം? കാരണം ഗവൺമെൻറ്റിൻ്റെ പൈസ റിസർവ് ബാങ്ക് സമയത്ത് കൊടുക്കുന്നില്ല. ഇത് ട്രഷറിയിൽ മാത്രമല്ല, എല്ലാ ബാങ്കുകളിലും. കമേഴ്സ്യൽ ബാങ്കിൽ എന്താ സ്ഥിതി? കമേഴ്സ്യൽ ബാങ്കിൽ ATMൽ ഒറ്റ പൈസയില്ല. ബാങ്കിൽ 5 ലക്ഷം വന്നു കഴിഞ്ഞാൽ ഒരു 10 ബാങ്ക്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാങ്കിലുള്ള അക്കൗണ്ടിലൂടെ പിൻവലിക്കാമെന്ന്. ബാങ്കിൽ ചെന്ന് ഇപ്പോൾ മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ പദ്ധതി ആണെങ്കിൽ പിൻവലിക്കുന്ന ആളുകൾക്ക് പൈസ കിട്ടുന്നില്ല. കാരണം ബാങ്കിൽ വരുന്ന പൈസ പെട്ടെന്ന് തീർന്നു പോകുന്നു. കാരണം ഇവിടെ ആവശ്യത്തിന് നോട്ടടിച്ചിട്ടില്ല. 14.5 ലക്ഷം കോടി രൂപ പിൻവലിച്ചിട്ട് കണക്ക് പ്രകാരം 11 ലക്ഷം കോടി രൂപ തിരിച്ചു വന്നു എന്നാണ് ഇന്നലത്തെ കണക്ക് പറയുന്നത്. ഈ 11 ലക്ഷം കോടി രൂപ തിരിച്ചു വന്നെങ്കിൽ അതിന് ബദലായിട്ട് ഇവിടെ നോട്ടിറക്കണ്ടേ? നോട്ടടിച്ചടിക്കേണ്ടത് ആരാ? ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു നോട്ടടിച്ചടിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് കേരളത്തിൻ്റെ പിടിപ്പുകേടല്ല. തമിഴ്നാട്ടിൽ എന്താ നടത്തിയെന്ന് ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തും റിപ്പോർട്ട്, സംസ്ഥാനത്തും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്.
ഇത് കാണാതെ നമ്മൾ ചാനലിൽ ചർച്ച നടത്തിയിട്ട് നമ്മൾ തമ്മിൽ ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാഗ്വാദം നടത്തിയിട്ട് കാര്യമുണ്ട്. ഇത് ജനങ്ങളുടെ ജീവിത പ്രശ്നം എന്തെന്ന് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കണം. ഈ നമ്മുടെ കേരളത്തിന്റെ ഏത് മുക്കിലും മൂലിലും പോയാൽ, ഏത് ബാങ്കിന്റെ മുമ്പിൽ പോയാലും ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണാം. അവർക്ക് ഒറ്റ പൈസ ഞാൻ പറയട്ടെ, അവർക്ക് ഒറ്റ പൈസ കിട്ടുന്നില്ല. നിങ്ങളുടെ നയത്തിന്റെ ഫലമായിട്ട് നിങ്ങൾ പറഞ്ഞു കള്ളപ്പണം 25 ലക്ഷം കോടി രൂപ 1948 മുതൽ 2008 വരെ വിദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരാളുടെയും പോക്കറ്റിൽ 15 ലക്ഷം രൂപ കൊണ്ടുപോയി ഇടൂന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുകയാണ് നിങ്ങൾ. 24 ദിവസമായിട്ടും ആളുകൾക്ക് ഒറ്റ പൈസ കിട്ടുന്നില്ല. ഇതിന് നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കുറ്റം പറയേണ്ട കാര്യം? നിങ്ങളുടെ ഗവൺമെന്റ് നോട്ടടിച്ച് ബദൽ സംവിധാനം 24 എല്ലാ മാസവും ശമ്പളം കൊടുക്കുന്നത് നിങ്ങൾ ബാങ്കിൽ നിന്ന് വകുപ്പ് മന്ത്രി ബാങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ കിട്ടിയിട്ടല്ലേ കൊടുക്കുന്നത്. ഈ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനം അല്ല KSRTC ഇതെല്ലാം റേഷൻ കാർഡ് നിങ്ങൾക്ക് കൊടുക്കാൻ കുറച്ച് ആളുകൾക്ക് റേഷൻ കാർഡ് കൊടുക്കാൻ ചോദ്യം എന്ന് പറയുന്നത് വലിയ തത്വം പറയുന്നത് ലഹള കൂട്ടിയിട്ട് കാര്യമില്ല ചേട്ടേ. നിങ്ങളെ ഞാൻ ചോദിച്ചതിന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞേട്ടെ നിങ്ങള് ലഹള കൂടിയിട്ട് കാര്യമില്ല. അരി എത്രാന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാഴി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ട്രഷറിയുടെ പ്രതിസന്ധി പറയുമ്പോ KSRTC കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. KSRTCയുടെ കാര്യം പറയുന്നത് ഇവിടെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങളാരും ഇടപെട്ടിട്ടില്ല. ഞാൻ ഒരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര ബേജാറാവുന്നത്? നിങ്ങൾ ഇവിടെ പറഞ്ഞ പ്രശ്നം എന്താ? ട്രഷറിയിൽ പൈസയില്ല, ബാങ്കിൽ പൈസയില്ല, ഒരു സഹകരണ ബാങ്കിൽ പൈസയില്ല, രാജ്യത്താകെ പൈസയില്ല. നിങ്ങൾ പകരം നോട്ട് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ സുഹൃത്ത് അങ്ങനെയല്ല, നിങ്ങൾ 1000 കോടി 14.5 ലക്ഷം കോടി രൂപയാണ്. നിങ്ങൾ 500-ന്റെ 1000-ന്റെ കോടി ഉള്ളത്, 1000 കോടി എന്താവും? 14 ലക്ഷം കോടി രൂപ അടിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ 1000 കോടി കൊണ്ട് ഇവിടെ 1000 കോടി രൂപ ശമ്പളം കൊടുക്കാൻ 30-ാം തീയതി വൈകിട്ട് ബാങ്കിൽ ഏൽപ്പിച്ചതാ. ഈ കൊണ്ടെത്തിച്ചു 1000 കോടിയൊന്നും ശമ്പളം കൊടുക്കാൻ കിട്ടിയിട്ടില്ല. 1000 കോടി രൂപ നവംബർ 30-ാം തീയതി വൈകിട്ട് ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനം ഞാൻ മതിയാക്കി തരാം. എന്തായാലും ഞാൻ മതിയാക്കി തരാം. ശ്രീ പത്മകുമാർ, ഈ ഡിസംബർ മാസം 1-ാം തീയതി ബാങ്കുകളിൽ കിട്ടേണ്ടത് ട്രഷറിയിൽ മാത്രം 1000 കോടി കിട്ടണമെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം റിസർവ് ബാങ്ക് ചെയ്തത് 500 കോടി ട്രഷറിക്ക് കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. ബാക്കി ബാങ്കുകൾക്ക് 500 കോടി കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. ആ 500 കോടി പോലും എത്തിയിട്ടില്ല. ഈ 500 കോടി പോലും ഇതുവരെ എത്തിയിട്ടില്ല. ശരി, ഇപ്പൊ 3 ദിവസമായല്ലോ. ശ്രീ പത്മകുമാർ പറയുന്ന 3 ദിവസമായല്ലോ. നവംബർ 30-ാം തീയതി വൈകുന്നേരം കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. കാസർഗോഡ് വരെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണല്ലോ അങ്ങ് ചൂണ്ടിക്കാട്ടിയത്. ഇതുവരെ 1000 കോടി ഈ ട്രഷറികളിൽ എത്തിയോ? നിങ്ങൾ ഒരു മനസ്സിലാക്കണം, ബാങ്കുകൾക്ക് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ട്രഷറി അല്ല, ട്രഷറിയാണ്, ബാങ്കുകളാണ് ട്രഷറിക്ക് കൊടുക്കുന്നത്. ട്രഷറിക്ക് ആവശ്യമുള്ള പൈസ കൊടുക്കുന്നുണ്ട്. ബാങ്കുകൾ ബാങ്ക് പൂഴ്ത്തിവെച്ചില്ല. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതാണ് ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്ന് ചില ആളുകളുടെ ഇടയിൽ ഈ വീഴ്ച വന്നു, ഗവൺമെന്റിന്റെ വീഴ്ച വന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. തോമസ് ഐസക് ആദ്യം പറഞ്ഞ കാര്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമമാണ്. നിങ്ങൾ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ ഏർപ്പാടാക്കിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തോമസ് ഐസക്കിന്റെ കുഴപ്പമാണോ? അല്ലെങ്കിൽ ബാങ്കുകൾ, ശരി, മറ്റു ബാങ്കുകളുടെ കുഴപ്പമാണെങ്കിൽ ആ ബാങ്കുകൾ ഡോക്ടർ തോമസ് ഐസക്കിന്റെ നിയന്ത്രണത്തിലാണോ? റിസർവ് ബാങ്കിന്റെ കുഴപ്പമില്ല. റിസർവ് ബാങ്ക് സംസ്ഥാനത്തിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. കാസർഗോഡ് വരെ എത്തിക്കേണ്ടത് ബാങ്കിന്റെ ചുമതലയാണ്. ബാങ്കിന് ആവശ്യമായ അതിൽ വീഴ്ച വരുത്തിയ എത്ര ഉദ്യോഗസ്ഥരെ നിങ്ങൾ കണ്ടെത്തി? അതിനുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എവിടെ അന്വേഷണം നടക്കുന്നു? കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ, റിസർവ് ബാങ്ക് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നമുക്കറിയാമല്ലോ. നിങ്ങളെ ചാനലല്ലോ ബിജെപിക്ക് മാത്രമാണ് ചാനലല്ലോ പറയേണ്ടത്. ഇവിടെ നിന്ന് ആവശ്യമായ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഈ സെക്യൂരിറ്റി, ഇത്രയും നോട്ടുകൾ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ്. ഈ
എവിടെയാണ് വീഴ്ച വന്നത്? വീഴ്ച ഒരു സംശയമില്ല, നരേന്ദ്രമോദിക്കാണ് വീഴ്ച പറ്റിയത്. നേരത്തെ മോനായി പറഞ്ഞതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം പത്മകുമാറിന് എങ്ങനെ പറയാൻ പറ്റും? അതായത് ഇന്ത്യയിൽ കറൻസിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിച്ച് ആ കറൻസിയുടെ എല്ലാവരും പറഞ്ഞതാണ്, ആ കറൻസിയുടെ 85% വരുന്നതും 1000-ൻ്റെ 500-ൻ്റെ നോട്ടുകളാണ്. ആ 1000-ൻ്റെ 500-ൻ്റെ നോട്ടുകൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പിൻവലിച്ചു. ബാക്കി വരുന്ന 15% കൊണ്ടുള്ള കളിയായി കളിക്കുന്ന ഇത്രയും. പത്മകുമാർ എത്ര വാദിച്ചാലും ഈ പണമില്ലാതെ എങ്ങനെ ഇത് നോട്ടില്ലെന്ന് ജെയ്റ്റ്ലി തന്നെ പറയുന്നു, നരേന്ദ്രമോദി പറയുന്നു. ഏത് നിലാവ് വിളിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ക്രൂരത ഒരു രാജ്യത്തെ സമ്പദ്ഘടനയോട്? ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ? ആരോട് ചോദിച്ചിട്ടാണ് ഈ അതിക്രമത്തിൽ ഇറങ്ങിയത്? 1000 കോടി കൊടുത്തു എന്ന് പത്മകുമാർ പറഞ്ഞത് ഒക്കെ ശരി. അതിലൊരു തെറ്റ് പറ്റിയത് ഈ ഗവൺമെൻറ് പറ്റിയ തെറ്റിനോട് അവർ നേരത്തെ ശ്രമിക്കണമായിരുന്നു. പെൻഷൻ കൊടുക്കണം, ശമ്പളം കൊടുക്കണം, അതിന് 30-ാം തീയതി ശ്രമിച്ചാൽ പോരാ. ഡോക്ടർ സൂര്യനാട്, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ 1000 കോടി നവംബർ 30-ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നവംബർ 29-ന് ചോദിച്ചുകൊണ്ടാണ് നവംബർ 30-ന് വൈകുന്നേരം കൊടുത്തതെന്ന് ഇപ്പോൾ പത്മകുമാർ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 1000 കോടി ഇവിടെ കിട്ടണ്ടേ ട്രഷറിക്ക്? അത് ആ 1000 കോടി എവിടെ? ട്രഷറിക്കല്ല, ട്രഷറിക്ക് ബാങ്കുകൾക്ക് കൊടുത്തു. ബാങ്കുകളാണ് കൊടുക്കുന്നത്. ശരി, അപ്പൊ ഡോക്ടർ സൂര്യനാട് മനസ്സിലാക്കുക, ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പൊ BJP പറയുന്നത് എന്താണ്? ഡോക്ടർ തോമസ് ഐസക് ചോദിച്ചൊന്നും കൊടുക്കാൻ ഒക്കില്ല, ബാങ്കിനെ കൊടുക്കാൻ ഒക്കുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ആരുടെ വീഴ്ചയാണ്? ഇന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയ പോലെ ഡോക്ടർ തോമസ് ഐസക്കിനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി തന്നെയാണ് കുറ്റക്കാരൻ. 70-കളിൽ ഉണ്ടായിരുന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ മനസ്സിലുണ്ട്. EM ശങ്കരൻ നമ്പൂതിരി ചോദിച്ചൊരു ചോദ്യമുണ്ട്, പരേതരായ അദ്ദേഹം ചോദിച്ച്, ഓണത്തിന് അരി കിട്ടാൻ പൂരാടത്തിൻ്റെ അന്ന് ചോദിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം പോലെ തന്നെയാണ് 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ തോമസ് ഐസക്ക് 30-ാം തീയതി ചോദിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പക്ഷേ ഡോക്ടർ അങ്ങനെയാണെങ്കിൽ പൂരാടത്തിന്റെ അന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ തിരുവോണത്തിന് കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ. തിരുവോണം കഴിഞ്ഞുള്ള ചതയത്തിനെങ്കിലും കിട്ടണ്ടേ? ഈ ചതയത്തിന്റെ അന്ന് എത്തിയിട്ടില്ല ഇവിടെ. ഇന്ന് ഒരു തിരക്കുമില്ല. ഇന്ന് ഏതെല്ലാം ചാനലിലും മലയാളം ചാനലിൽ വന്നിട്ട് തിരക്കില്ലാത്തത് ആളുകൾക്ക് മനസ്സിലായി. അവിടെ പോയി നിന്നിട്ട് കാര്യമില്ല, അത് പിന്നെ തിങ്കളാഴ്ച പോയാൽ മതി. അതല്ല, ഈ തിരക്കുണ്ടോ ആളുകൾക്ക് കിട്ടിയോ ഇല്ലേ എന്നുള്ളതല്ല. നിങ്ങൾ 1000 കോടി ചോദിച്ചത് കൊടുത്തു എന്ന് പറഞ്ഞത് വഴിയിൽ എവിടെ പോയി എന്നാണ് അറിയേണ്ടത്. പോയില്ല, എല്ലാ ബാങ്കുകളിലും പോയി. 30-ാം തീയതി 1000 കോടി കൊടുത്തു. 2-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു തരാം, SPTക്ക് 300 കോടി കൊടുത്തു, SBIക്ക് 200 കോടി കൊടുത്തു, കാനറ ബാങ്കിന് 80 കോടി കൊടുത്തു. ഇതെല്ലാം കൂടെ 1000 ആയോ? അല്ല, ഇതിപ്പോ 1580 കോടിയായി. ആദ്യത്തെ ദിവസം 1000 കോടി രൂപ ട്രഷറി ചോദിച്ചത് കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ബാങ്കുകളിൽ ട്രഷറിയിൽ മാത്രമാണ് പെൻഷൻ, ശരി, ശമ്പളം. ശരി, ആ കാര്യത്തിൽ ശ്രീ പത്മകുമാറിനോട് വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കള്ളപ്പണം പിടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിനിടയിൽ തന്നെ ചർച്ചയിൽ പലരും ചൂണ്ടിക്കാട്ടിയതാണ് ഈ 14 ലക്ഷം കോടി നോട്ടുകൾ ഉള്ള ഇടത്ത്, രൂപയുടെ 1000, 500 രൂപ നോട്ടുകൾ പിൻവലിച്ച ഇടത്ത് ഇപ്പോൾ തന്നെ 11 ലക്ഷം കോടിയോളം തിരിച്ചു വന്നു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ സാധ്യതയുള്ളതും RBI ആണെന്ന് തോന്നുന്നു, അതോ SBI ആണോ? ഇന്നിപ്പോൾ ഒരു വിവരം ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്, 2.5 ലക്ഷം കോടി ഒഴിച്ച് ബാക്കിയെല്ലാം വരാൻ തന്നെയാണ് സാധ്യത എന്ന്. അതായത് ഉദ്ദേശിച്ച കള്ളപ്പണം ഇതുവരെ പിടിക്കാൻ ആയിട്ടുണ്ടോ? അങ്ങോട്ടേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? നിങ്ങളെല്ലാവരും നമ്മൾ അറിഞ്ഞോ അറിയാതെയാണോ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. കള്ളപ്പണമല്ല ഈ ആദ്യത്തെ നടപടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. കള്ളപ്പണം അല്ല, കള്ളപ്പണം ഈ ഫേക്ക് നോട്ടാണ് ആദ്യത്തെ ലക്ഷ്യം. ഈ കാര്യങ്ങൾ ശരിയല്ല. എനിക്ക് തന്നെയാണ് തരുന്നത്. 25 ദിവസമായി BJPയുടെ നേതാക്കൾ ഇവിടെ പലരും വന്ന് ചർച്ച ചെയ്യുന്നുണ്ട്, അങ്ങ് ഉൾപ്പെടെയുള്ളവർ പല ദിവസം വന്നു. എല്ലാവരും പറഞ്ഞത് കള്ളപ്പണമാണ് പിടിക്കാൻ പോകുന്നത്, ഇതൊന്നും ബാങ്കിലേക്ക് വരാൻ പോകുന്നില്ല, നോക്കിക്കോളൂ എന്നാണ്. ഇപ്പൊ ഇത് വരുന്നു എന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ പറയുന്നു എക്കോണമിയാണ്. താങ്കളോടാണ് ചോദ്യം. അതായത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്യാഷ്ലെസ് എക്കോണമി ആക്കാനാണ് നോക്കുന്നതെങ്കിൽ ഈ 1000-നും 500-നും പകരം 2000 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? എനിക്ക് പറയാൻ അവസരം തന്നില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. പറയാൻ അവസരം ഞാൻ ഉത്തരം തരാൻ പറയാനുള്ള അവസരം തരണം. നിങ്ങൾ ചോദിക്കുന്ന on to yes or no എന്ന് പറയാൻ പറ്റില്ല, അതിനെ വിശദീകരിച്ചേ പറ്റും. ഒരു ഒറ്റ കാര്യം പറഞ്ഞുതരാം. ക്യാഷ്ലെസ് എക്കോണമി തന്നെ ഉദ്ദേശം. പക്ഷെ ക്യാഷ്ലെസ് എക്കോണമിയിൽ ആദ്യം ക്യാഷ്ലെസ് എക്കോണമി അല്ല, ലെസ് ക്യാഷ് എക്കോണമിയിൽ നിന്ന് ക്യാഷ്ലെസ്സിലേക്ക് പോകാൻ പറ്റൂ. അല്ലാതെ ഒരു ദിവസം ക്യാഷ്ലെസ് എക്കോണമി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഏത് സാമ്പത്തിക ഞാൻ എന്റെ സിദ്ധാന്തം ഞാൻ പറഞ്ഞോട്ടെ ക്യാഷ്ലെസ് തന്നെയാണ്. അത് ലെസ് ക്യാഷ് എന്നുള്ള നിലപാടിലേക്കാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞാൽ
ഫേക്ക് നോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ നടപടി മുന്നോട്ട് പോയപ്പോൾ നമുക്കറിയാം ഈ എത്ര നോട്ട് കള്ള നോട്ടുകൾ തിരിച്ചു വരില്ല. അപ്പൊ അതായത് നവംബർ 8-ന് പ്രധാനമന്ത്രി രാജ്യത്തോട് പ്രഖ്യാപിച്ചത് കള്ളനോട്ട് പിടിക്കാനാണെന്ന് ഏതെങ്കിലും പാവങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നവർ കരുതുന്നുണ്ടെങ്കിൽ ശ്രീ പത്മകുമാർ പറയുന്നത് അങ്ങനെയല്ല, അതല്ല ഉദ്ദേശിക്കുന്നത് ക്യാഷ്ലെസ് ഇക്കോണമിയാണ് എന്നാണ്. അങ്ങനെയല്ല. അത് പറയാം. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോ ഞങ്ങൾ പറഞ്ഞത് ആദ്യം ഫേക്ക് നോട്ടിനെതിരായിട്ടുള്ള നടപടിയാണ്. അതിൽ കള്ളപ്പണക്കാർ കൂടിയിട്ടുണ്ടാവും. പക്ഷേ ഈ നടപടിയോടുകൂടി ഈ നമ്മൾ സർക്കുലേറ്റ് ചെയ്ത നോട്ടുകൾ ബഹുഭൂരിപക്ഷം വരികയോ അല്ലെങ്കിൽ 1-2 ലക്ഷം കോടി അവിടെ നിൽക്കുകയും ബാക്കി സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള 500,000 നോട്ടുകൾ ഫേക്ക് നോട്ടുകൾ രംഗത്ത് വരില്ല. അതാണ് ആദ്യത്തെ. ഇനി രണ്ടാമത്തെ നടപടിയാണ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിലേക്ക് വരാം. ക്യാഷ്ലെസ് ഇക്കോണമി, പ്ലാസ്റ്റിക് എക്കോണമി, ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഞാൻ ശ്രീ മോനായിയോടും ശ്രീ സൂര്യനാഥ് രാജശേഖരനോടുമാണ് ചോദിക്കുന്നത്. ശ്രീ മോനായി, നിങ്ങൾക്ക് ഇത് ദഹിക്കുന്നുണ്ടോ? ഈ കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇത്രയും കാലം കരുതിയത് കള്ളപ്പണത്തിനെതിരെയുള്ള പോരാട്ടം എന്നാണല്ലോ. ഈ സഹകരണ മേഖലയിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അവിടെയൊക്കെ കള്ളപ്പണം ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നു എന്നുള്ള BJP-ക്കാരുടെ പ്രചരണം കൂടിയാണല്ലോ. അപ്പോൾ അതൊന്നും അല്ലേ പ്രശ്നം? അവിടെയൊക്കെ പ്ലാസ്റ്റിക് ആക്കാത്തതാണോ? ഇതിലെ ഞാൻ പറഞ്ഞാൽ BJP-ക്കാരുടെ രാഷ്ട്രീയ പ്രചരണം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇദ്ദേഹം പറയുന്നത് 8-ാം തീയതി രാജ്യത്തോട് നടത്തിയ പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിലും അതിനെ തുടർന്ന് റിസർവ് ബാങ്ക് നടത്തിയ സർക്കുലറിലും എന്നുള്ള റിസർവ് ബാങ്കിൻ്റെ സൈറ്റിൽ പോയ സർക്കുലർ കാണാം. കേന്ദ്ര ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. കള്ളപ്പണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഡിമോണിറ്റൈസേഷൻ. കള്ളനോട്ടിനാണെങ്കിൽ എന്തിനാ ഡിമോണിറ്റൈസേഷൻ? ഡിമോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ ലീഗൽ ടെൻഡർ അവസാനിപ്പിച്ചിരിക്കുന്നു. സെക്ഷൻ 26 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെക്ഷൻ 26 പ്രകാരം അത് ലീഗൽ ടെൻഡർ അവസാനിപ്പിച്ചു. 1978 ഡിമോണിറ്റൈസേഷൻ ആക്ട് പ്രകാരമാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ, അതാണ് സുപ്രീം കോടതിയിലെ ഭരണഘടനാപരമായിട്ട് ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയും റിസർവ് ബാങ്കും പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ട് BJP-യുടെ പറയുന്നതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ പ്രധാനമന്ത്രിയും അതുപോലെ ബാങ്കുകളുടെ ബാങ്കായ റിസർവ് ബാങ്കും പറഞ്ഞെന്താണ്? കള്ളനോട്ട് പിടിക്കാനാണെങ്കിൽ എന്തിനാണ് ഡിമോണിറ്റൈസേഷൻ? ലീഗൽ ടെൻഡർ അവസാനിപ്പിക്കണ എന്തിനാ? ഇപ്പോഴും 2000-ന്റെ കള്ളനോട്ട് ഇപ്പോഴും 2000 ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാൾ 2000-ന്റെ ഇപ്പോഴും കള്ളനോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. എന്താ പിന്നെ 2000 കള്ളനോട്ടും ഇപ്പോഴും ലീഗൽ ടെൻഡർ അവസാനിപ്പിക്കണോ? അപ്പം കള്ളനോട്ട് വേറെ, കള്ളപ്പണം വേറെ. ഗവൺമെൻറ് പറഞ്ഞത് ഇവിടെ കള്ളപ്പണം ധാരാളമായിട്ടുണ്ട്. ആ കള്ളപ്പണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 1000-ന്റെയും 500-ന്റെയും ലീഗൽ ടെൻഡർ അവസാനിപ്പിച്ചു. അങ്ങനെയുള്ള 14.5 ലക്ഷം കോടിയിൽ 11 ലക്ഷം കോടി രൂപ തിരിച്ചു കിട്ടി. അപ്പം 120 കോടി ജനങ്ങൾക്കായിട്ട് വീതിക്കുമ്പോൾ ഏതാണ്ട് 95,333 രൂപ ഓരോ ആളുകളുടെയും കയ്യിൽ നിന്ന് ഇപ്പോൾ ബാങ്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എവിടെ കള്ളപ്പണം? അവിടെ നിങ്ങൾ എന്തിനാണ് 25 ദിവസം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? 25 ദിവസമായിട്ട് ഇപ്പോൾ വാദം ആ കാര്യത്തിനെ ശരിവെക്കുന്ന കാര്യങ്ങളാണോ? ഈ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ അല്ല ഞങ്ങൾ ശ്രമിച്ചത് എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക? ഇപ്പോൾ ജൻധൻ അക്കൗണ്ടിൽ നിന്ന് ഉള്ള കണക്കുകൾ ഇപ്പോൾ അതിനകത്ത് കള്ളപ്പണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി തന്നെ ഉത്തർപ്രദേശിൽ ചില റാലികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. 25,876 കോടിയാണ് ജൻധനിലുള്ളത്. അതിൽ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് വീതിച്ച് നോക്കിയാൽ ആവറേജ് 14,330 രൂപയാണ് വരേണ്ടത് ഈ ജൻധൻ അക്കൗണ്ടിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ. അതിലല്ലാത്ത ചില അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കള്ളപ്പണം പിടിക്കാൻ ഞങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇന്നും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ശ്രീ പത്മകുമാർ പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കാനാകുക? ശ്രീ ശൂരനാട്, പത്മകുമാർ എൻ്റെ നല്ല സുഹൃത്താണ്. ഞാൻ അതുകൊണ്ട് പത്മകുമാറിന് വിഷമം വരരുത് എന്ന് ഞാൻ പറയാം. ഇത് പത്മകുമാർ പറയുന്ന കാര്യമല്ലേ ഇവിടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി നവംബർ മാസം 8-ാം തീയതി ഇതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. 1, കള്ളപ്പണം നിയന്ത്രിക്കാൻ, തീവ്രവാദികളുടെ കൈകളിലേക്ക് ഈ രൂപയുടെ അധികം പോകാതിരിക്കാൻ, 3, കള്ളനോട്ട് നിയന്ത്രിക്കാൻ. ഇതിനു വേണ്ടി ഞാനൊരു വലിയ സംഭവം ചെയ്യാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യൻ ക്യാബിനറ്റിന് പോലും അതിൽ പങ്കില്ല. അദ്ദേഹം നേരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ മന്ത്രിമാരോട് പറഞ്ഞു, നിങ്ങൾ ആരും പുറത്തോട്ട് ഇറങ്ങരുത്, ഇവിടെ ഇരുന്നോണം, ഒരാളും പുറത്തു പോരുത്. ഞാൻ പറഞ്ഞു എല്ലാവരും മൊബൈലൊന്നും പുറത്തു കൊണ്ടിരുന്നെന്നാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി പറഞ്ഞ ഒരൊറ്റയാൾക്ക് മാത്രമേ ബന്ധമുള്ളൂ. ആ ആള് പിന്നെ അങ്ങ് ജപ്പാനിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് അദ്ദേഹം എന്താ ചെയ്തതെന്ന് പത്മകുമാർ ശ്രദ്ധിച്ചോ? അദ്ദേഹം നെഞ്ചത്തടിച്ചൊരു കരച്ചിലായിരുന്നു.
എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ എന്നെ തൂക്കിലേറ്റിക്കോളൂ. അപ്പോൾ എന്താ, അദ്ദേഹത്തിന് അന്തരാത്മാവ് കുറ്റബോധം കൊണ്ട് തെളിയണം. ഇന്ത്യ ജനം മുഴുവൻ ഈ ഈ മോശപ്പെട്ട സാമ്പത്തിക പരിഷ്കാരത്തിൽ വെന്തുരുകുമ്പോൾ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത വീണെടുത്ത് കിടന്ന് ഉരുളിയുകൊണ്ട് അടുത്ത തന്ത്രത്തിലേക്ക് പോയി. എന്താണ്, ഞാൻ ഇതിലൊന്നുമല്ല വന്നത്, ക്യാഷ്ലെസ് എക്കോണമിയിലേക്കാണ് പോയത്. ലോക സമ്പന്ന രാജ്യങ്ങളിൽ പോലും ക്യാഷ്ലെസ് എക്കോണമി 17% നിൽക്കുന്നു. ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഇന്ത്യ 5% നിൽക്കുന്നു. ശരി, ആ 5%-ലേക്ക് 17%-ലേക്ക് വരാനാണോ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഈ വെള്ളം കുടിപ്പിച്ച് ഈ അപകടകരമായ സ്ഥിതി വിശേഷിക്ക് വന്നത്? അപ്പോൾ അവിടെ നിൽക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവ് വേവുമാണ്. ഞാനിങ്ങനെ ചെയ്ത് പോയി തെറ്റായിപ്പോയി. ഇവിടെ പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്നു. 1969 ബാങ്ക് നാഷണലൈസേഷൻ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അതിൻ്റെ ഗുണം ഇപ്പോൾ അനുഭവിക്കുന്നു. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യം നിന്നപ്പോഴും ഇന്ത്യയിൽ ഒരു ബാങ്ക് പോലും തകർന്നില്ല. അതിന് മുന്നൊരുക്കം ഉണ്ടായിരുന്നു, അതിന് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ജയിച്ചില്ലോളൂ. അല്ല, ഞാനൊന്ന് പറഞ്ഞില്ല, ഇവിടെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുന്ന ധനകാര്യമന്ത്രിയോട് പോലും ആലോചിക്കാതെ അദ്ദേഹവും ഈ ഊർജിത് പട്ടേൽ എന്ന് പറയുന്ന അംബാനിയുടെ പണ്ടത്തെ കാലത്തെ ഉപദേഷ്ടാവിനോട് മാത്രം ആലോചിച്ച് ചെയ്ത തെറ്റാണ് ഈ രാജ്യം. ഈ നമ്മുടെ വേൾഡ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥനായിരുന്ന മൻമോഹൻ സിംഗ് 1991 സാമ്പത്തിക നയം പരിഷ്കരിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ഭദ്രമല്ല, ക്രൈസിസിലാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അതൊന്ന് ആലോചിക്കണം. അപ്പോൾ പിന്നെ ഇന്ത്യയിലെ ഘാട്ട് കരാർ ഒപ്പിട്ടപ്പോൾ പാർലമെന്റിനും മന്ത്രിസഭയൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ആ കാര്യവും രാജശേഖർ പിന്നീട് ഓർക്കണം, അത് ഓർക്കുന്നത് നന്നായിരിക്കും. അതൊന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞു, ഇതിലെല്ലാവരും പറയുന്നത് ഈ ആനയെ കുരുടൻ കണ്ടതുപോലെയാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത്. ഡിമോണിറ്റൈസേഷന്റെ ഉദ്ദേശം കള്ളപ്പണം തന്നെയാണ്, അതിനെ നിയന്ത്രിക്കാൻ തന്നെയാണ്. അതിനല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതിന്റെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ലോ അല്ലേ, കൂടുതൽ ആവേശം കാണിച്ചാൽ ആളുകൾ കാണുമല്ലോ. എനിക്ക് പറയാനുള്ള അവസരം ഉണ്ടല്ലോ. അതിന്റെ ഡിമോണിറ്റൈസേഷൻ കള്ളപ്പണവും ഈ അഴിമതിയും തീവ്രവാദം കുറയ്ക്കുന്നതിന് തന്നെയാണ്. അതിന്റെ ആദ്യ നടപടിയാണ് ഫേക്ക് നോട്ട് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ നടപടിയാണ് ബാക്കി അസറ്റ്സിലേക്ക്. എല്ലാവരും പറഞ്ഞ് കറൻസിയിൽ മാത്രമല്ല, അടുത്ത അസറ്റ്സിലേക്ക് പോവും, അടുത്ത റിയൽ എസ്റ്റേറ്റ് ബിനാമിയിലേക്ക് പോവും. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കള്ളപ്പണത്തിനെതിരായിട്ടുള്ള ഒരു ആക്ഷനായി വരുന്നത്. ഇത് മനസ്സിലാക്കാതെ ആദ്യമേ തന്നെ കള്ളപ്പണം, നോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയും സ്വർണ്ണം എടുത്ത് നിക്ഷേപിച്ചിരിക്കുന്നു, വസ്തു നിക്ഷേപിച്ചിരിക്കുന്നു. ഡിമോണിറ്റൈസേഷന്റെ ഉദ്ദേശം കള്ളപ്പണം നിയന്ത്രിക്കുന്നത് തന്നെ. അതിൽ ആദ്യത്തെ നമ്മൾ ഇഷ്യൂ ചെയ്ത നോട്ട്, എന്നിട്ട് കള്ളപ്പണം പിടിച്ചോ? അതാണ് ചോദ്യം. അത് വരട്ടെ, നമ്മൾ സമയമുണ്ടല്ലോ. 31 ഡിസംബർ 30 വരെ നമുക്കൊന്ന് കാത്തിരിക്കാൻ. ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുമല്ലോ. ശരി, ഇപ്പോഴേ ഒരു 20 ദിവസം ഇടവേളയിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് കള്ളപ്പണം എന്നാണ്, പിന്നീട് ഇപ്പോൾ പറയുന്നു അത് കള്ളപ്പണം തന്നെയാണ്, പക്ഷെ അത് രണ്ടാമതാണ്. ആദ്യം ചെയ്യേണ്ടത് അതിന് ക്യാഷ്ലെസ് എന്നുള്ള രീതിയിലേക്ക്, ലെസ് ക്യാഷിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക് പോകാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2000-ന്റെ നോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന ചോദ്യം ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോഴാണ് വീണ്ടും ഒരു ചോദ്യം വരുന്നത്. ഈ പറയുന്ന 23-24 ദിവസങ്ങൾക്കിടയിൽ ആർക്കാണ് ഈ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് ഗുണമുണ്ടായത്? ഈ പേടിഎം പോലെയുള്ള, ഈ ജിയോ പോലെയുള്ള ആളുകളുടെ കോടിക്കണക്കിന് ഈ ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായ സമ്പാദ്യം ആരുടെ അക്കൗണ്ടിൽ എഴുതണം? ഇടവേളയ്ക്ക് ശേഷം ശ്രീ MM മോനായി, ഈ പറയുന്ന കള്ളപ്പണ വേട്ട അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എക്കോണമി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അതിൽ തന്നെ വിശ്വസിച്ച് നിൽക്കാൻ സാധിക്കുക? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്ന ചില കണക്കുകൾ അനുസരിച്ച് ഈ ഡിമോണിറ്റൈസേഷന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ പേടിഎം പോലെയുള്ള കമ്പനികൾക്ക് 25,000 കോടി രൂപ ഇതിനകം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അവരുടെ ആളുകളൊക്കെ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞതുപോലെ എന്ന് ഞാൻ ആരോപിക്കുന്നില്ല, പക്ഷേ അവരൊക്കെ കൃത്യമായി എല്ലായിടങ്ങളിലും വന്ന് ചില്ലറ വ്യാപാരികളെ പോലും അവരുടെ ആപ്പ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം വിജയകരമായി നടത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് 25,000 കോടി വരെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ഇതിനകം വരുന്ന റിപ്പോർട്ടുകൾ. മറ്റൊന്ന് ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളാണ്. ഈ ചില പണമിടപാട്, നോൺ ബാങ്കിങ് പണമിടപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരാണ് മറ്റ് ചില ഗുണഭോക്താക്കൾ. സഹകരണ മേഖല ഇപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾ ഗുണമുണ്ടാക്കുന്നത് ഏത് രീതിയിലാണ് കാണേണ്ടത്? കള്ളപ്പണത്തിൻ്റെ നിയന്ത്രണമാണ് എന്ന് പറയുന്നതിലേക്ക് എത്താൻ തന്നെയാണോ അവസാനമായെങ്കിലും BJP സർക്കാർ ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാവരും പ്രധാനമന്ത്രി 8-ാം തീയതി ഈ പ്രഖ്യാപനം വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയിൽ ആരും സംശയിച്ചിരുന്നില്ല. കള്ളപ്പണം പിടിക്കാനും കള്ളനോട്ട് പിടിക്കാനും ഒക്കെ ധരിച്ചു. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും
പുതിയ പുതിയ ചില വാർത്തകൾ വരെയാണ്. അപ്പോൾ ഇതിൽ അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ സംശയിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഹിന്ദുവിൻ്റെ ഫ്രണ്ട് ലൈനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നു. അതായത് പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ സംഭാവനകൾ കോടിക്കണക്കിന് വരും. സഹാറ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ, ഈ നൽകിയതിനെ സംബന്ധിച്ച് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിന് അന്വേഷണം നടത്താൻ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുള്ള അവരുടെ ഡയറിയിൽ കണ്ട കുറിപ്പുകളെ സംബന്ധിച്ച് എൻഫോഴ്സ്മെൻറ്റ് അന്വേഷിക്കാൻ വേണ്ടി ഉള്ള അന്വേഷണത്തെ സംബന്ധിച്ചുള്ള ആ വിവരം പുറത്തു വന്ന അന്നാണ് ഈ പ്രഖ്യാപനം വരുന്നത്. അതുകൊണ്ട് ഒരു സംശയമുണ്ടെന്നാണ് ആ പത്രം പറയുന്നത്. മറ്റൊന്ന്, 6.5 ലക്ഷം കോടി രൂപയോളം ഇവിടെ ബാങ്കുകളിൽ നിന്ന് കോർപ്പറേറ്റുകൾ എടുത്തിട്ടുള്ള വായ്പ എഴുതി തള്ളി. ബാങ്കുകൾക്ക് പൈസ ഇല്ലാതായി പോയി. ഇവിടെ വിജയ് മല്യ അടക്കമുള്ള ആളുകൾക്ക് NBA ഇവിടെ പാസ്സാക്കി കൊടുത്തു. അവരുടെ വായ്പ അടയ്ക്കേണ്ടെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. അങ്ങനെ 6.5 ലക്ഷം കോടി രൂപയോളം ബാങ്കുകൾക്ക് മൂല്യശോഷണം വന്നു കഴിഞ്ഞപ്പോൾ ആ മൂല്യശോഷണം ഉണ്ടാക്കാൻ വേണ്ടി കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്തതാണ് എന്നാണ് മറ്റൊന്ന്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ PTM നടത്തുന്ന ആരാണ്? ആലിബാബ പോലെയുള്ള ചൈനയിലെ വലിയ വമ്പൻ, നമ്മുടെ രാജ്യത്തോട് ഒരിക്കലും നീതീകരിക്കപ്പെടാൻ കഴിയാത്ത ബന്ധം സൂക്ഷിക്കപ്പെടുന്ന രാജ്യത്തെ വലിയ ബഹുരാഷ്ട്ര കോർപ്പറേഷൻ്റെ ആളുകളാണ് PTM നടത്തുന്നത്. ആ PTMൻ്റെ ആളുകൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ്സാണ് ഇതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ, പിന്നെ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ആദ്യം വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും പാവപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഇപ്പോൾ കള്ളപ്പണമുള്ള ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കള്ളപ്പണമുള്ള ഇപ്പോൾ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം സ്വിസ് ബാങ്കിലെ ഞാൻ പറയാം ഒരു കാര്യം കൂടി ഞാൻ പറയാം. സ്വിസ് ബാങ്കിൽ ഉണ്ടായിരുന്ന നിക്ഷേപം 25 ലക്ഷം കോടി രൂപ കുറഞ്ഞപ്പോൾ മൗറീഷ്യസ് വഴി ഇന്ത്യയിലേക്ക് കിടക്കുകയാണ്. ആ മൗറീഷ്യസ് വഴി ഇന്ത്യയിലേക്ക് മുതൽ മുടക്കുന്നതിനുള്ള ഇരട്ട നികുതി ഗവൺമെന്റ് ഒഴിവാക്കി കൊടുത്തു. അപ്പൊ കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്ന ഒരു നടപടി ഒരു ഭാഗത്ത് വളരെ ജനങ്ങളുടെ പോക്കറ്റ്. സഹകരണ മേഖലയിൽ പോലും ഇളവുകൾ നൽകാതെ ഈ രീതിയിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അനേകായിരം കോടികളുടെ ലാഭമുണ്ടാക്കുന്ന ഈ കോർപ്പറേറ്റുകൾ ഇവിടെ ഇങ്ങനെ ഇപ്പോഴും ഈ ജനങ്ങൾ ഇങ്ങനെ നട്ടം തിരിയുമ്പോഴും ഇങ്ങനെ ലാഭം ഉണ്ടാക്കുമ്പോൾ, ചില്ലറയില്ലാതെ ജനങ്ങളുടെ ചെറുകിട കച്ചവടക്കാരുടെ പണി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് കള്ളപ്പണം വേട്ടയാണെന്നും പ്ലാസ്റ്റിക് മണിയിലേക്കുള്ള പ്രയാണമാണെന്നും അവകാശപ്പെടാൻ സാധിക്കുക? മോനായി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഒരു സാമ്പത്തിക രംഗത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരാളെന്നുള്ളതിൽ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാനത് ആവർത്തിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഞാൻ പറയാൻ വന്ന ഒരു കാര്യം ലാല് ചോദിച്ച ചോദ്യം തന്നെയാണ്. ഈ രാജ്യത്തെ സ്വകാര്യ ബാങ്കുകൾ, ഞാൻ നാഷണലൈസ് ബാങ്കുകളെ പറ്റിയും വാണിജ്യ ബാങ്കുകളെ പറ്റിയും പറയുന്നില്ല, സ്വകാര്യ ബാങ്കുകൾ അവർക്കിട്ടേക്കുന്ന ഓമന പേര് ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പേരിട്ടു. അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അവരുടെ ഉദ്യോഗസ്ഥന്മാരെയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പം അത് വേറെ കാര്യം. കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ റിസർവ് ബാങ്കിൻ്റെ ലൈസൻസോടുകൂടി ബാങ്ക് റെഗുലേഷൻ ആക്ടോടുകൂടി പ്രവർത്തിക്കുന്ന 14 ജില്ലാ ബാങ്കുകളെയും കേരളത്തിൽ കരിമ്പട്ടികയിൽ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇന്നലെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആദ്യം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു കാര്യം ഇതിനെപ്പറ്റി പറഞ്ഞു. ഇന്ത്യയിൽ കലാപം ഉണ്ടാകുന്നതിൻ്റെ വക്കത്താണ് എന്ന് ഒരാഴ്ചയ്ക്ക് പറഞ്ഞു. ഇന്നലെ പറഞ്ഞത് സഹകരണ മേഖലയെ ഈ ഭാഗത്തുനിന്ന് മാറ്റി നിൽക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയണം, അറ്റോർണി ജനറൽ പറയണം. അദ്ദേഹം പറഞ്ഞത് പച്ച കള്ളമാണ് അവിടെ പറഞ്ഞത്. കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെന്നാണ് പറഞ്ഞത്. മോനായിയെ പോലുള്ള ഞാനൊക്കെ 10 വർഷക്കാലം സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്ന ആളാണ്. മോനായി കൊണ്ട് ഇവിടുത്തെ സഹകാരികളെ ഒക്കെ ആക്ഷേപിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സഹകരണ ജില്ലാ ബാങ്കുകൾക്ക് ഇല്ലാത്ത ഈ ഇൻഫ്രാസ്ട്രക്ചർ ഏതാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾക്കുള്ളത്? ഞങ്ങൾ ഏതെല്ലാം നിബന്ധന RBI ചെയ്തിട്ടുള്ളൂ ആ നിബന്ധനകളൊക്കെ ചെയ്തു. ഫോം നവംബർ 9 അടക്കം എല്ലാ ആഴ്ചയിലും റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ എല്ലാ ആഴ്ചയിലും വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. കള്ളനോട്ട് കണ്ടുപിടിക്കാനുള്ള മുഴുവൻ സംവിധാനവും കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകൾക്കുണ്ട്. KYCയുടെ നോംസ്
കൃത്യമായി പാലിക്കുന്ന ന്യൂ ജനറേഷൻ ബാങ്കുകളേക്കാൾ മുമ്പിൽ പാലിക്കുന്നതാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകൾ. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, പത്മകുമാറിനോട് മാത്രമല്ല, മേളിൽ കയറി നിന്നുകൊണ്ട് കള്ളനോട്ടിന് കള്ളപ്പണം മുഴുവൻ സഹകരണ ബാങ്കിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ നേതാക്കന്മാരിലോട് ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളിൽ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ പേരിൽ, ജില്ലാ ബാങ്കിൻ്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ബാക്കി പറയുന്നില്ല, ഒരു അക്കൗണ്ടിൻ്റെ പേരിൽ ഒരു കള്ള പേര് KYC നോംസ് ഭരിക്കാത്ത ഒരെണ്ണം കണ്ടുപിടിച്ചാൽ കഴിയുമോ? ശ്രീ പത്മകുമാർ, ഈ കാര്യത്തിൽ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് വമ്പൻ ലാഭം ഉണ്ടാകുന്നു എന്നുള്ളത് കഥയല്ല, അത് യാഥാർത്ഥ്യമാണ്. ഒന്ന്, ഈ സഹകരണ ബാങ്കിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നേതാക്കൾ പാർട്ടിയുടെ പേരിൽ അല്ലെങ്കിൽ കൂടി തുടക്കത്തിൽ തൊട്ട് പറഞ്ഞത് 3000 കോടി, ചില സാമ്പത്തിക വിദഗ്ധരും പിന്നീട് അത് അവർ പിന്നെ പറയുന്നത് കേട്ടില്ല, ആദ്യമൊക്കെ പറഞ്ഞതും ഈ 2800 3000 കോടി. അതെ, എന്നിട്ട് തന്നെ സഹകരണ മന്ത്രി കൊടുത്ത കണക്കിനകത്ത് 845 കോടി മാത്രമേ ഉള്ളൂ എന്നുള്ളത് തുറന്നിപ്പോ പറഞ്ഞിരിക്കുകയാണ്. എവിടെ ഇപ്പൊ ഈ കള്ളങ്ങളൊക്കെ എവിടെ ഇപ്പോ? അത് വിശ്വസിക്കാൻ നമുക്ക് ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം മോനായി എല്ലാം അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു മൊറീഷ്യസിൽ നിന്ന് എവിടെ ഡബിൾ ടാക്സേഷൻ, ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ട്രീറ്റി ഉണ്ടാക്കിയതാരാ? ഞങ്ങളുടെ ഗവൺമെന്റാ. വോഡഫോണിന് 20,000 കോടി രൂപ സൗജന്യം ചെയ്തു കൊടുത്തതാരാ? അന്ന് നിങ്ങളെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. പഴയ ഗവൺമെന്റ് ഉണ്ടാക്കിയതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? ഇത് വീണ്ടും ഉരുളരുത്. അല്ല, നിങ്ങളാണല്ലോ ഭരിക്കുന്നത്, നിങ്ങളാണല്ലോ പ്രതിസന്ധി ഉണ്ടാക്കിയത്, നിങ്ങളാണല്ലോ ഇതിനകത്ത് ഇടപെടാൻ അധികാരമുള്ളത്. അല്ലെ പറയട്ടെ, ഹിന്ദുവില് പറയുന്ന കാര്യം ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. ഒരു ഇംഗ്ലീഷ് ദേശാഭിമാനിയാണ്. അപ്പൊ അതുകൊണ്ട് അതെന്ത് ലോജിക്കാണ് ശ്രീ പത്മകുമാർ? ഹിന്ദു ഒരു ദേശീയ പത്രമാണ്, അവിടെ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പറയുന്നത് എന്താണ്? ദേശാഭിമാനിയുടെ അതായത് CPM-ന്റെ ഷെയറിലൂടെ ഉണ്ടാക്കുന്ന പത്രമാണോ ഹിന്ദു? പാർട്ടി പത്രമാണ് ദേശാഭിമാനി. അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ദേശാഭിമാനി മോശം എന്നുള്ളതല്ല, ഒരു ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞുള്ള കാര്യം MBA കാര്യങ്ങൾ പറഞ്ഞില്ല, അത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് MBA എന്നുള്ളത് ഞാനൊന്ന് ചോദിക്കട്ടെ. റെപ്കോയുടെ MBA എത്രയുണ്ട് ഒന്ന് പറയട്ടെ. എവിടെ നിന്ന് ആ പൈസ എടുത്തത്? അവിടെ അതെന്താ MBA ആയത്? ചോദിക്കട്ടെ. 4-5 കോടി രൂപ 200 കോടിയിൽ കൂടുതൽ രൂപ സഹകരണ ബാങ്കുകൾക്ക് റെപ്കോ കൊടുക്കാനുണ്ട്. ബാക്കി മോനായി പറഞ്ഞ 65 കുടുംബങ്ങളുടെ തന്നെ പറഞ്ഞാലേ സൂര്യനാട് പറഞ്ഞ 2 കോടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഈ സഹകരണ മേഖല അന്നും സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഞാൻ അറിയുന്ന ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് തന്നെയുള്ള അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന പ്രദേശം തിരുവനന്തപുരം ജില്ലയിലാണെന്നാണ് തോന്നുന്നു. ശ്രീ സൂര്യനാട് അങ്ങേക്ക് അറിയാമെന്ന് തോന്നുന്നു. ഈ അഞ്ചുതെങ്ങിൽ ഒറ്റ ബാങ്കാണുള്ളത്, ഒരു സഹകരണ മേഖലയാണ്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു സഹകരണ സംഘമാണ്. അവിടെ ദിവസേന ഈ വമ്പന്മാർ വന്ന് ലേലം വിളിച്ച് കൊണ്ടുപോകുന്നതിനെ തടയാൻ, ചൂഷണം തടയാൻ വേണ്ടി സഹകരണ ബാങ്കാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ സഹായിക്കുന്നത് ലേലം വിളിക്കാൻ. അന്നന്ന് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. അവിടെ ഇപ്പോൾ പട്ടിണിയാണ് ശ്രീ പത്മകുമാർ. സഹകരണ മേഖലയിൽ പലയിടത്തും ഇതാണ്. അവിടെ നിങ്ങളുടെ നോട്ടുമാറൽ പ്രക്രിയ ഇല്ലാത്തത് കാരണം ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളും കൊള്ളപ്പലിശക്കാരായ നോൺ ബാങ്കിങ് ബാങ്കുകളും ഇവിടെ ആളുകളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോഴും സ്വർണം പണയം വെച്ച് കൊള്ള പലിശയ്ക്ക് ആളുകളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സഹകരണ ബാങ്കുകൾക്ക് ദിവസേന പ്രവർത്തിക്കാനുള്ള അനുമതി പോലും ഇല്ല. അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇടപെടേണ്ടേ നിങ്ങൾ? എന്നിട്ടാണോ 25,000 കോടിയൊക്കെ ഈ കോർപ്പറേറ്റുകൾക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്? എത്ര കോടിയാണ്? ശരി, അങ്ങ് കൃത്യമായി പറയൂ. എത്ര കോടിയാണ്? അവസാനം പറഞ്ഞ ഒരു മിനിറ്റേ ഉള്ളൂ. സമ്മതിച്ചു. നിങ്ങളെ നോക്ക്, പട്ടന്നൂർ അഞ്ചുതെങ്ങിൽ സമ്മതിച്ചല്ലോ. അഞ്ചുതെങ്ങിന്റെ അവിടെ പ്രശ്നങ്ങളില്ലേ? ഇതൊന്ന് പറയാൻ സമ്മതിക്കൂ. അവിടെ നാദാപുരത്ത്, കണ്ണൂർ ജില്ലയിലുള്ള ഒരാൾ ബാങ്ക്, നാദാപുരത്തുള്ള ഒരു ചെറിയ ബിസിനസ്സുകാരനാണ്, ഒരു പാവപ്പെട്ട ജീവിക്കാൻ കർഷക തൊഴിലാളിയാണ്. 25 ലക്ഷം രൂപ സ്വർണ്ണ കച്ചവടം നടത്താൻ കൊടുത്തിട്ടുണ്ട്. ഇത് പാവപ്പെട്ടവരെ സഹായിക്കാനാണോ? ഈ പാവപ്പെട്ടവർ മുഴുവൻ കതിരൂർ ബാങ്ക് ICICI ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ട്. ഇത് നാഷണലൈസ്ഡ്. ശ്രീ പത്മകുമാർ, ഈ കള്ളപ്പണം പിടിക്കാനാണെങ്കിൽ ആളുകൾ ഇത് അനുഭവിക്കാം. കള്ളപ്പണം പിടിക്കാനാണെങ്കിൽ ആളുകൾ ഇത് അനുഭവിക്കാം. കള്ളപ്പണം നിങ്ങൾ പിടിക്കുന്നുമില്ല, ഈ കോർപ്പറേറ്റുകളിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ അഞ്ചുതെങ്ങിലെ ഉദാഹരണം പറയുമ്പോ കണ്ണൂരിൽ ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് ശരി, അങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ അവരെ പിടിക്കൂ. ഒറ്റപ്പെട്ടല്ല, ജനറലൈസ് ആണ്. നിങ്ങൾ പറഞ്ഞ ഈ 5 തെങ്ങ് ഒറ്റപ്പെട്ടതാണ്, മറ്റൊരു ജനറലൈസ് ആണ്. ഒറ്റ 10 സെക്കൻഡാണ് ശ്രീ MM മോനായി. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ ഈ സഹകരണ ബാങ്കുകളിൽ നടക്കുന്നത്? 10 സെക്കൻഡ്. എനിക്ക് എൻ്റെ പത്മകുമാറിൻ്റെ സുഹൃത്തിനോട് പറയാനുള്ളത്, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ തിമിരങ്ങൾ മാറ്റിവെച്ചാൽ നമ്മൾ ഈ വസ്തുതകളെ യഥാർത്ഥത്തിൽ കാണണം. ഇത് സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ മാത്രമല്ല,
ഇന്ത്യയിലുണ്ട്. 93,000-ഓളം പ്രാഥമിക ശരി, സഹകരണ 10 സംഘങ്ങൾ. സെക്കൻഡ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എനിക്ക് കേരളത്തിൽ ഡോക്ടർ സൂര്യനാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല. എന്തായാലും ഡോക്ടർ ശ്രീ ഉവ്വ്. ജില്ലാ ബാങ്കുകളോട് എന്തിനാണ് ഈ ക്രൂരത? നരേന്ദ്രമോദിക്ക് ക്രൂരത കാണുന്നത് ഈ BJP-ക്കാർക്ക് എന്തായാലും സമയമില്ല. ഇത്രയും നേരം സമയം കിട്ടിയപ്പോഴും ഈ കാര്യങ്ങൾ പലതിനും ഉത്തരമില്ല. എന്തായാലും കള്ളനോട്ട് മാറി പ്ലാസ്റ്റിക് മണി വരുമ്പോൾ എങ്കിലും ഈ വലിയ പ്രശ്നങ്ങളില്ലാതെ ജനങ്ങൾ ഇനിയും ബാക്കി ഉണ്ടാകും എന്ന് തന്നെ കരുതാം. അടുത്ത ദിവസങ്ങളിൽ ഇത് ആരാണ് തിരിച്ചറിയുക, എന്ത് നടപടിയാണ് ഉണ്ടാകുക, അതാണ് കാത്തിരിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ശൂരനാട് രാജശേഖരൻ, ശ്രീ എം എം മോനായി, ശ്രീ പത്മകുമാർ.